ബംഗാൾ ടൈഗേഴ്സ് വേഴ്സസ് കേരള സ്ട്രൈക്കേഴ്സ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ ഈ ഒരു മാച്ചിന് വേണ്ടി. എന്തായാലും ഈ ഒരു മാച്ചിലേക്ക് പോകുമ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് പരാജിതരായിട്ടും അതുപോലെ തന്നെ ബംഗാൾ ടൈഗേഴ്സ് അവരുടെ ആദ്യത്തെ മാച്ച്, അതായത് 2024 സീസണിലെ ആദ്യത്തെ മാച്ചിന് വേണ്ടിയാണ് കളിക്കാനിറങ്ങുന്നത്. സോ ഈ ഒരു മാച്ചിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരള സ്ട്രൈക്കേഴ്സിന് തന്നെയാണ്. കാരണം ഈ ഒരു സീസണിൽ ഒരു മാച്ച് കളിച്ചത് കൊണ്ട് തന്നെ കേരള സ്ട്രൈക്കേഴ്സിന് ഒരു കോൺഫിഡൻസ് കാണും, എക്സ്ട്രാ കോൺഫിഡൻസ് കാണും. പക്ഷേ ബംഗാൾ ടൈഗേഴ്സ് ആദ്യത്തെ മാച്ചാണ്, സോ ഒരു പ്രഷർ അവർക്കുണ്ടാകും. ആ ഒരു പ്രഷറാണ് കേരള സ്ട്രൈക്കേഴ്സ് ഇന്ന് മുതലെടുക്കുന്നത്. ബംഗാൾ ടൈഗേഴ്സിൻ്റെ അധിക പ്ലേയേഴ്സിനെ ഒന്നും എനിക്കറിയില്ല, എങ്കിൽ പോലും അറിയാവുന്ന 2 പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ജിഷു സെൻഗുപ്തയാണ്, അവരുടെ ക്യാപ്റ്റൻ. അദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാനാണ്, അതുപോലെ തന്നെ അത്യാവശ്യം ബോളും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പ്ലെയർ എന്ന് പറയുന്നത് അവർ ഓൾറൗണ്ട് ജെയ്മി ബാനർജിയാണ്. അദ്ദേഹം ബിഗ് ഹിറ്ററാണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ബോളും ചെയ്യുകയും ചെയ്യും. സോ ഇവർ രണ്ടുപേരെയാണ് നമ്മുടെ ബംഗാൾ ടൈഗേഴ്സ് സ്കോഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവരുടെ സ്കോഡൊന്നും പ്രോപ്പറായിട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അതായത് അവരുടെ ഒരു സ്കോഡ് ഉണ്ടായിരിക്കും, ബട്ട് അവർ സോഷ്യൽ മീഡിയ ഒന്നും അത് അനൗൺസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു പ്രസ് കോൺഫറൻസ് നടന്നായിരുന്നു. ആ ഒരു പ്രസ് കോൺഫറൻസ് അവിടെ ക്യാപ്റ്റൻ ജിഷു സെൻഗുപ്ത പറയുന്നുണ്ട്, അതായത് ഈ ഒരു സീസണിൽ പഴയ സീസൺ പോലെ ആയിരിക്കില്ല, നിങ്ങൾ ഇപ്രാവശ്യം കുറച്ചുകൂടെ ബെറ്റർ ടീമായിരിക്കുമെന്ന് ബംഗാൾ ടൈഗേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഓണർ ബോണി കപൂർ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു പ്രസ് കോൺഫറൻസ് കാണുമ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ റെഡിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഒരു 15 മണിക്കൂറിനുള്ളിൽ അടുത്ത 2ാമത്തെ മാച്ചാണ് കേരള സ്ട്രൈക്കേഴ്സ് കളിക്കാൻ പോകുന്നത്. സോ ഒരു ടയർഡ്നെസ് കളിക്കാനുണ്ടാകും, പക്ഷേ നമ്മളവിടെ ഒരിക്കലും ആ ഒരു ടയർഡ്നെസ് കാണിക്കാൻ പറ്റില്ല. കാരണം മസ്റ്റ് വിൻ മാച്ചാണ്. ബംഗാൾ ടൈഗേഴ്സുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ജയിക്കാം, കമ്പാരിറ്റീവ്ലി അതായത് അവരുടെ സീസണിൽ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ അവരത്ര സ്ട്രോങ് ടീമല്ല. സോ ഈ ഒരു ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നഷ്ടമാക്കാൻ പാടില്ല, മസ്റ്റ് വിൻ മാച്ചാണിത്. എന്തായാലും മുംബൈക്കെതിരെയുള്ള മാച്ച് വലിയൊരു പാഠമാകും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതായത് ഒരെണ്ടി ഇരിക്കുന്നവർ സപ്പോർട്ട് ചെയ്ത് കളിക്കാതെ കുറച്ച് തട്ടി കളിക്കുക, അതുപോലെ തന്നെ ഒരെണ്ടി ഇരിക്കുന്നവർ അടിച്ച് കളിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ മുംബൈ ഹീറോസ് മാച്ച് ചെയ്യാത്തത്. പക്ഷേ ഉറപ്പായിട്ടും ബംഗാൾ ടൈഗേഴ്സ് മാച്ച് അത് നമ്മൾ ചെയ്തിരിക്കണം. ആദ്യം തന്നെ നല്ല രീതിയിൽ അതായത് 6ഉം 4ഉം വന്നേ മതിയാകുകയുള്ളൂ. പിന്നെ നമ്മുടെ ബോളിംഗ് എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നത്തെ കളിയിലൂടെയാണ്. അതായത് കഴിഞ്ഞ കളിയിൽ നമ്മുടെ ബോളിംഗ് വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഫീൽഡ് പ്ലേസ്മെൻറ്റ് അതിനെക്കുറിച്ച് ഒന്നും പറയില്ല, വളരെ മികച്ച ഫീൽഡ് പ്ലേസ്മെൻറ്റ്സ് ആയിരുന്നു കഴിഞ്ഞ സീസണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇപ്രാവശ്യം ആ ഒരു ഫീൽഡ് പ്ലേസ്മെൻറ്റും ആ ഒരു ബോളിംഗും തന്നെ ആവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു സഞ്ജു ശിവരാമന് പകരം ചിലപ്പോൾ പ്രശാന്ത് അലക്സാണ്ടർ ടീമിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എനിക്ക് പറയാനുള്ളത് ഒരു മാറ്റം വരുത്തി, അതായത് സഞ്ജു ശിവരാമന് മതി, പ്രശാന്ത് അലക്സാണ്ടറിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. സഞ്ജു ശിവരാം കഴിഞ്ഞ കളി നല്ല ബോളിംഗ് ആയിരുന്നു, പക്ഷേ ബാറ്റിംഗ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചില്ല. സോ എനിക്ക് തോന്നുന്നു ബാറ്റിംഗ് കുറച്ചുകൂടെ പ്രശാന്ത് അലക്സാണ്ടർ ഇടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രശാന്ത് അലക്സാണ്ടറിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് എനിക്ക് എന്തുകൊണ്ട് നല്ലത് സഞ്ജു ശിവരാമിന് പകരം. സോ മസ്റ്റ് വിൻ മാച്ചാണ്. ഈ ഒരു മാച്ച് വിജയിച്ചേ മതിയാകുള്ളൂ. നല്ല റൺ റേറ്റും കിട്ടാൻ നോക്കണം. ആ റൺ റേറ്റ് ഒരു വലിയ ഘടകമാണ്. സോ റൺ റേറ്റും മികച്ചതാക്കാൻ ശ്രമിക്കണം. ഇതുപോലെ തട്ടിക്കളിയത് കഴിഞ്ഞ കളി പോലെ ടെസ്റ്റ് കളിക്കാൻ പോകരുത്. ഒരാൾ അടിച്ച് കളിക്കണം, ഒരാളെ സപ്പോർട്ട് ചെയ്ത് കളിക്കണം, ആ ഒരു രീതിയിലേക്ക് കളിക്കണം. അല്ലെങ്കിൽ ഒരു ഓവർ 12 റൺസ് വെച്ചെങ്കിലും നേടാൻ പ്ലേയേഴ്സിനോട് പറയണം. അങ്ങനെയാണെങ്കിൽ കുറേ 120 റൺസ് എടുക്കാം. അതായത് 12 × 10 ഓവറിൽ നമുക്ക് 120 റൺസെങ്കിലും എടുക്കാം. അതൊരു നല്ല കാര്യമാണ്. അതായത് 1-2 ബൗണ്ടറി മതി, ബാക്കി സിംഗിൾസ് എടുത്തു കഴിഞ്ഞാൽ 12 റൺ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. സോ ഒരു 12 റൺ വെച്ചെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പവർ പ്ലേ മുതലാക്കാനായിട്ട് ശ്രമിക്കണം. ഇതൊന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് വരുന്ന 2, അതായത് 1, 2, 3 വരുന്നവർ ഇതൊന്നും ചെയ്യുന്നില്ല. അതായത് പവർ പ്ലേ അവർ മുതലാക്കുന്നേ ഇല്ല, എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുകയെന്ന് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. സോ അതാണ് അവർ ചെയ്യേണ്ടത്. സോ ഈ ഒരു കളി നമ്മൾ ആ ഒരു തെറ്റുകളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ കളിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ CCL-ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വേണമെങ്കിൽ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ ഗുഡ് ബൈ.